നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ലഹരി വിരുദ്ധ സന്ദേശയാത്ര തൊടുപുഴയിൽ ശ്രീ റോഷി അഗസ്റ്റിനെ യോഗത്തിന്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു വിഷയമാണ് ലഹരിക്കെതിരെയുള്ള സന്ധിയില്ലാ സമരം. അത് നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ ആളുകളും ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയമില്ല, സമുദായമില്ല, മറ്റ് ബന്ധങ്ങളൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി ഈ ലഹരി വിരുദ്ധ സമരത്തിൽ അല്ലെങ്കിൽ ഈ സന്ദേശത്തിൽ എല്ലാവരും ഒന്ന് ചേർന്നിരിക്കുകയാണ്. കൊണ്ടുവരുന്നതിന് ഉറവിടത്തിൽ തന്നെ ലഹരിയുടെ കൊണ്ട് മുൻപോട്ട് വന്നാൽ മാത്രമേ ഈ ലഹരി എന്ന വിപത്ത് നമുക്ക് സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ ഇന്ന് ഈ വേദിയിൽ സദസ്സിലുമായി കൂടിയിരിക്കുന്നു. അത് നമുക്കറിയാം, കേരള ജനത അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒന്ന് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയ വിഭിന്നതകളില്ല. എല്ലാവരും, എല്ലാ ഏജിലുള്ള ആളുകളും, നിറഞ്ഞ സദസ്സിൽ കുട്ടികളടക്കമുള്ള ആളുകൾ ഈ ഒരു വേദിയെ കേൾക്കുവാനായിട്ട് ഇരിക്കുന്നത് ഏറെ അഭിമാനത്തോടെ നമുക്ക് കാണുവാം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മളുടെ സമൂഹത്തെ പതിയെ കാർന്നു തിന്നാൻ തന്നെ പ്രാപ്തിയുള്ള ഒരു ക്യാൻസറസ് ആയിട്ടുള്ള പ്രശ്നത്തെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുടെ ഇടപെടലോടെ, തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലോടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ പരിപാടിയുടെ ഈ ഒരു കാൽനട പ്രചരണ ജാഥയ്ക്ക് ശേഷം റോഡ് ഷോസും ഒരുപാട് അവയർനെസ് പ്രോഗ്രാമിനും ഒക്കെ ശേഷം നമ്മൾ ഈ വേദിയുടെ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടന പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റ് വിശിഷ്ടാതിഥികളും എല്ലാം അടങ്ങിയ നിറഞ്ഞ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. എല്ലാവർക്കും കൈയടിച്ചു കൊടുക്കാം. പുതുതലമുറയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ലഹരിക്കെതിരെ ഉള്ള പോരാട്ട വീര്യവുമായിട്ടാണ് ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ യുവാക്കളെയും ചെറുപ്പക്കാരെയും കുട്ടികളെയും ഈ നീരാളി പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ദൗത്യം കേരള പൊതുസമൂഹം ഏറ്റെടുത്തു എന്നുള്ളത് അഭിമാനത്തോടു കൂടിയാണ് കേരളം നോക്കിക്കാണുന്നത്. കക്ഷി രാഷ്ട്രീയ, ജാതി, മത, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഈ സന്ദേശത്തോട് യോജിക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ആദ്യമായി തന്നെ അഭിവാദ്യം. നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളും ചർച്ചകളും നാടിൻ്റെ വളർച്ചയും വിദ്യാഭ്യാസ പുരോഗതിയും വിവര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങളുമെല്ലാം നമ്മൾ ഏറെ സന്തോഷത്തോടു കൂടി വീക്ഷിക്കുമ്പോഴും ഈ സാഹചര്യങ്ങളെയും ഈ അടിസ്ഥാന തത്വങ്ങളെയും എല്ലാം സ്വീകരിക്കാൻ കഴിയുന്ന വരുംകാല ഭാവിയിൽ ഒരു തലമുറ ഇല്ലായ്മപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗൗരവപൂർവമായ കാര്യം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരാൾ എന്ന നിലയിൽ വീര്യം തെളിയിക്കാൻ സർവ്വരും ഒന്നായി രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. ശബ്ദമായില്ല, അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും അതിനെ ഇടയ്ക്ക് നിർത്താനും സാധിക്കുന്ന പൗരബോധവും അവയർനെസ്സും പ്രധാനപ്പെട്ട ഘടകമായി വളർന്നു വരേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ബഹുമാനിയായ ബഹുമാൻ സ്പോർട്സ് മന്ത്രി കായിക വകുപ്പിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും എല്ലാം നേതൃത്വത്തോടുകൂടി ഈ സന്ദേശയാത്ര ഏറ്റെടുത്തു. ഒരുപക്ഷെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒട്ടേറെ യാത്രകൾ, ഒട്ടേറെ വിഷയങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും വിഭാഗീയമായ ചിന്തകളും എതിർ ശ്രമങ്ങളുമെല്ലാം ഉയർന്നു വരുമെങ്കിലും ശ്രീ അബ്ദുൾ റഹ്മാൻ നയിക്കുന്ന ഈ യാത്രയ്ക്ക് അത് കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റെടുത്ത ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ശ്രമമാണെന്ന് അഭിമാനത്തോടെ പറയാൻ സ്വരം ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തികഞ്ഞ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അവരെ എതിരിക്കാൻ കഴിയാതെ വരുന്ന അപകടകരമായ കാഴ്ചകൾ നമ്മൾ തികഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ
അതിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കായിക ശിക്ഷണമാണ്. സമ്പൂർണ്ണ കായിക വിദ്യാഭ്യാസവും കായികവും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കും. ആ കായികക്ഷമതയെ വീണ്ടെടുത്ത കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയാണവും ഇതിന്റെ ഭാഗമായി കാണുമ്പോൾ ഇതിൽ നിന്നുള്ള ഭാവിയെ കൊടുക്കാനാക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. എൻ്റെ ആരോഗ്യത്തെയും കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിച്ചാൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ വാക്കു നൽകുന്നു. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. സമഗ്ര കായികക്ഷമത എന്ന ലക്ഷ്യം മുൻനിർത്തി കായിക പ്രവർത്തനം ഒരു ജീവിത ശൈലിയാണ് എന്ന ആശയം ഞാൻ പൂർണ്ണമായും സ്വീകരിക്കും. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും അവരെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കാനും ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള സമൂഹം എന്നിവ ഉറപ്പാക്കാനും ഞാൻ ഉണർന്ന് പ്രവർത്തിക്കും. ലഹരി വിമുക്ത കേരളം സൃഷ്ടിക്കുക എന്നത് എൻ്റെ ജീവിത ദൗത്യമാണ്. നാടിനോടും ജനങ്ങളോടുമുള്ള ഈ കടമ ആത്മാർത്ഥമായി നിറവേറ്റുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഇത്തരത്തിൽ ഒരു പരിപാടി തയ്യാറാക്കി നടപ്പിലാക്കാൻ കാരണം ഏറ്റവും ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ എല്ലാ വകുപ്പുകളും സംയുക്തമായിക്കൊണ്ട് രാസലഹരിക്കെതിരായിട്ടുള്ള വലിയ ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികൾ ആരംഭിക്കാൻ പറയുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കായിക വകുപ്പ് ഏറ്റെടുത്തതും ഇന്ന് ഏറ്റവും വിജയകരമായി ഈ പരിപാടി നടന്നു വരുന്നത്.